ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളുമടക്കം ആയിരങ്ങളാണ് MT വാസുദേവൻ നായരെ അവസാനമായി കാണാൻ സിത്താരയിലേക്ക് എത്തുന്നത്. പുലർച്ചെ 5 മണിയോടെ നടൻ മോഹൻലാൽ പ്രിയ എഴുത്തുകാരന് ആദരമർപ്പിക്കാനെത്തി. ഇരുവരും തമ്മിലുള്ള ഹൃദയബന്ധം അദ്ദേഹം ഓർത്തെടുത്തു. MTയുടെ സ്നേഹം ആവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു. വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പം ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് കാലിക്കറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു. ബേബി മറൈൻസ് ബാബുച്ചായൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് കാണുമായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, ഒരു ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചൊരാളാണ്. MTയുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഹരിഹരനും അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. നിറകണ്ണുകളോടെയാണ് അദ്ദേഹം MTയെ കാണാനെത്തിയത്. വൈകാരിക കുറിപ്പുമായി മമ്മൂട്ടിയും MTയെ ഓർത്തെടുത്തു. MTയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് പലരും പറയുന്നു. MTക്കൊപ്പമുള്ള അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. ആദ്യമായി കണ്ട ദിവസം മുതൽ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകിയെന്നും മമ്മൂട്ടി കുറിച്ചു. ഒരു പരിപാടിക്കിടെ MTയുമായി ഉണ്ടായ അനുഭവം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ MT പിടിക്കാനാകാതെ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് തോന്നിപ്പോയെന്ന് മമ്മൂട്ടി വിവരിച്ചു. ആ ഹൃദയത്തിൽ ഒരിടം ലഭിച്ചതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച വലിയ ഭാഗ്യമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. MT നൽകിയ എഴുത്തോലയെക്കുറിച്ച് ഓർമ്മിച്ചാണ് നടി മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ ഓർമ്മകൾ പങ്കുവച്ചത്. 9 വർഷം മുൻപ് തുഞ്ചൻ പറമ്പിൽ കലോത്സവം ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് എഴുത്തോല സമ്മാനിച്ചത്. അന്ന് ആ വിരലുകളിലേക്ക് ഞാൻ നോക്കി. ഭീമനും സേതുവും ചന്തുവും ജനിച്ച വിരലുകൾ, മഞ്ജു കുറിച്ചു. MTയുടെ വിയോഗത്തിൽ നടൻ കമൽഹാസനും ദുഃഖം രേഖപ്പെടുത്തി. സിനിമയോടുള്ള മോഹവും സ്നേഹവും വിളക്കാണെങ്കിൽ അതിനെ അഗ്നികുണ്ഡമാക്കിയത് നിർമാല്യമെന്ന ചിത്രമാണ്. ബഹുമാനവും അസൂയയും സ്നേഹവും MTയോട് തോന്നുന്നുവെന്നും കമൽഹാസൻ കൂട്ടിച്ചേർത്തു. നടൻ വിനീത്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ നിരവധി താരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. എന്നും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എനിക്ക് സാറിനെ കണ്ടത്. പക്ഷെ എവിടെ കണ്ടാലും മക്കളോടുള്ള വാത്സല്യം, ആ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ശക്തി. ഇന്നും ഒരു പ്രചോദനവും ഫിസിക്കലി എനിക്ക് സാർ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങളെ ഗൈഡ് ചെയ്യും. അതാണ് ഈ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി. അത്തരം മഹാരഥന്മാരുടെ ക്രാഫ്റ്റ് ആൻഡ് വർക്ക് വരും കാല തലമുറകൾക്കും ഇൻസ്പയറിങ്ങും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. MTയുടെ നഷ്ടം നികത്താനാവില്ലെന്ന് കഥാകൃത്ത് T. പത്മനാഭൻ അനുസ്മരിച്ചു. നല്ലതും ചീത്തയുമായ ധാരാളം അനുഭവങ്ങൾ MTയുമായി ഉണ്ടായിട്ടുണ്ടെന്നും പത്മനാഭൻ ഓർത്തെടുത്തു. MTയുടെ വിയോഗത്തോടെ മലയാള സാഹിത്യം കൂടുതൽ ദരിദ്രമായെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. MTയുടെ കൃതികൾ ഇനിയും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുസ്മരിച്ചു. സാഹിത്യത്തിലും സിനിമയിലും നികത്താനാവാത്ത ശൂന്യതയാണ് MTയുടെ നിര്യാണമെന്ന് രാഹുൽ ഗാന്ധിയും കുറിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.